നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നിയമന വിവാദം, ബന്ധു നിയമന വിവാദം, അങ്ങനെ UDF സർക്കാരിനെയും ആദ്യത്തെ 2-3 ആഴ്ച കുഴക്കിയതാണ്. തുടക്കത്തിലെ കല്ല്. അതെ, തുടക്കത്തിലെ കല്ലടി. 1-2 കല്ല് കടിച്ചു, 2-3 കല്ല് കടിച്ചു, അതിൽ 1-2 പല്ലൊക്കെ പോയി. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ചില ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ, SDP-കാരൊക്കെ കോൺഗ്രസ് മന്ത്രിമാരുടെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെയൊക്കെ സ്റ്റാഫിൽ നുഴഞ്ഞു കയറാനായിട്ട് സെക്രട്ടറിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്. എവിടെ നോക്കിയാലും അവരിങ്ങനെ, അതെ, അതുപോലെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ, ഒരു പഴുത് കിട്ടിയാൽ, ഒരു മാളം കിട്ടിയാൽ അവർ പെരിച്ചാഴിയെ പോലെ തുരന്ന് നേരെ സ്റ്റാഫ് റൂമിലേക്ക് കയറും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന് നടപടി ഉണ്ടായി. നമ്മൾ പറയുന്നത് ശരിയാണെന്ന് അറിയാൻ അന്വേഷണമൊക്കെ ഉണ്ടായി. ശരിയായിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ ഇപ്പോൾ ഇന്ന് UDF സർക്കാരിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി VD സതീശനോളം കാര്യപ്രാപ്തിയുള്ള, അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറായ ഒരു മന്ത്രിയുണ്ട്. ഇപ്പോൾ ആ ഒരു സമരമൊക്കെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇടപെടലിലാണ് പെട്ടെന്ന് ഒരു സമരമൊക്കെ ശാന്തമായത്. ആ കുടികിടപ്പ് സമരമൊക്കെ എറണാകുളത്തെ, അതെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വേറിട്ടൊരു വ്യക്തിത്വമാണ്, കുറ്റം പറയാനായില്ല. കാരണം മികച്ച യുവ നേതാക്കളിൽ ഒരാളാണ്, മികച്ച മന്ത്രിയാണ്, തന്നെ ഒരു മികച്ച മന്ത്രി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്. രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഇപ്പോൾ ചിലരൊക്കെ ഇതേപോലെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് വെറുതെ പറയുന്നതല്ല അല്ലേ? അതെ, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പരാതിപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് വാർത്തയായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മിക്ക പത്രങ്ങളും, ഇപ്പൊ ഞാൻ ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ സുപ്രഭാതം പത്രത്തിൽ വരെ വലിയ വാർത്ത വന്നിട്ടുണ്ട്. കാരണം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റുന്ന അത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു മുളയാണി പോലും, സർക്കാരിനെതിരെ ഒരു മുളയാണി കിട്ടിയാൽ പോലും വച്ച് ആഞ്ഞടിക്കാനായിട്ട് കാത്തിരിക്കുന്ന മാധ്യമങ്ങളുണ്ട്. പക്ഷെ വാർത്തയാണ്. പക്ഷേ അതിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്കാരനാണെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത. കായംകുളത്ത് ഉള്ള ഒരു ഷൈജുമോൻ, ഈ ഷൈജുമോൻ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് വളരെ ശക്തമായിട്ട് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ യുവമോർച്ചക്കാരോ BJP-ക്കാരോ DYFI-ക്കാരോ അല്ലെങ്കിൽ CPM-കാരോ ഒന്നും അല്ല പരാതി കൊടുത്തിരിക്കുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതായത് റോജി എം ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഈ ഷൈജു മോനെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതിക്ക് കാരണം. യുവമോർച്ച പരാതിപ്പെട്ടൊന്നും കാര്യമില്ല, അവിടെ കാര്യമില്ല. ഇത് കോൺഗ്രസ് അല്ല, അതിനകത്ത് ഈ യുവമോർച്ചയ്ക്കും DYFI-ക്കും ഒക്കെ ഇതിൽ പരാതിപ്പെടാം. അതിന് വേറൊരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് ഞാൻ വരാം, അതിലേക്ക് വരാം. ഇത് കോൺഗ്രസിനുള്ളിലെ പരാതിയാണ്. അവരത് യൂത്ത് കോൺഗ്രസ്സുകാർ ഇത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിസാം പത്തനംതിട്ട എന്ന് പറഞ്ഞ ഒരാൾ വന്നതിനെ കുറിച്ച് ആ നിസാമിൻ്റെ സഹോദരൻ നൈജാം, അയാള് ഒരു ലഹരി കടത്ത കേസിൽ വീട്ടിൽ നിന്ന് ഇവര്, അതായത് ഈ വ്യക്തി കൂടി താമസിക്കുന്ന വീട്ടിൽ നിന്ന് അനിയന്റെ മുറിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തു, 2.5 കിലോ കഞ്ചാവ് കണ്ടെടുത്തു എന്നാണ് കേസ്. അതിപ്പോൾ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു 2023-ലോ മറ്റോ ആയിരുന്നു കഞ്ചാവ് കണ്ടെടുത്തത്. പക്ഷെ പിണറായി പോലീസ് അതിനകത്ത് കണ്ടെടുത്തത് മാത്രമേ ഉള്ളൂ, കാര്യമായ നടപടികൾ അല്ല, വലിയ ഒരു സംയുക്ത റെയ്ഡായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കേസൊന്നും എങ്ങും എത്തിയിട്ടില്ല. അയാൾ പിന്നീട് കീഴടങ്ങി ജാമ്യത്തിലിറങ്ങി. അപ്പോൾ അത് അന്ന് വലിയ വാർത്തയായിരുന്നു. ഇതെല്ലാം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് പുറത്തുവിടുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരത് പുറത്തുവിടുന്നതിന് ചില കാരണങ്ങളുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഷൈജുമോൻ്റെ കാര്യം, ഷൈജുമോൻ അതുപോലെ തന്നെ വേറെയും 2 പേർ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവർ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ ഡൽഹി ബ്യൂറോയിൽ ഉന്നത സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരാളടക്കം, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, മാധ്യമം പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഇങ്ങനെ പലരും ഈ ചെന്നിത്തലയുടെ
സ്റ്റാഫാകാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തി. ഐദർ ചെന്നിത്തല ഓർ ലിജു, അതായത് ഒന്നുകിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി ലിജു. അപ്പോൾ ഈ ആഭ്യന്തരമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും ഇവരൊരു പ്രിഫറൻസ് കൊടുത്തുകൊണ്ട്, സാധാരണ ഇപ്പോൾ മന്ത്രി പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളെ എടുക്കുമ്പോൾ മന്ത്രി ഒരു പ്രിഫറൻസ് വെക്കും, എന്താ, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ജോലികൾ ചെയ്യാൻ കഴിയുന്ന ആൾ അല്ലേ. അങ്ങനെയാണ് നമ്മൾ തന്നെ ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ നമ്മൾ അതിന് ചില മാനദണ്ഡങ്ങൾ വയ്ക്കില്ലേ. ഒരു ജേർണലിസ്റ്റിനെ ജോലിക്ക് എടുക്കുമ്പോൾ മാനദണ്ഡങ്ങൾ വയ്ക്കില്ല. അതുപോലെ ഒരു മന്ത്രി മാനദണ്ഡം വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മന്ത്രിമാരിൽ മാനദണ്ഡം വെച്ച് അവിടേക്ക് കയറണമെന്ന് താല്പര്യപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നുഴഞ്ഞുകയറ്റം മാത്രമല്ല, വലിയ ദുരൂഹത അതിനകത്ത്. ടാർഗറ്റഡ്. അതെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ, രമേശ് ചെന്നിത്തല, ലിജു, ഈ രണ്ട് മന്ത്രിമാർ, അതായത് ഹോമും എക്സൈസും, ഇത് രണ്ടുമാണ് കേരളത്തിലെ നാർക്കോട്ടിക്സ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് വകുപ്പുകളാണിത്. തീർച്ചയായിട്ടും അല്ലേ. ആഭ്യന്തരമന്ത്രിക്ക് രമേശ് ചെന്നിത്തലയുടെ കീഴിൽ വരുന്ന പോലീസിനും ഒക്കെ ഈ നാർക്കോട്ടിക് കേസ് കൈകാര്യം ചെയ്യാം. രണ്ടുപേരും അറസ്റ്റ് ചെയ്താലും ജയിലിൽ പോകും. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നൊരു സാധനം ഉണ്ട് കേന്ദ്രത്തിന്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഹോമും എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എക്സൈസിനും ഇത് ചെയ്യാം. ലഹരി എക്സൈസിൻ്റെയും കൂടി വകുപ്പാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ചിലർ കയറാൻ കൂടുതൽ ഉത്സാഹം കാണിക്കുമ്പോൾ അത് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതൊന്ന്. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ചെന്നിത്തലയുടെ അടുത്ത് ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്നു എന്ന വിവരം നമ്മളടക്കം ഈ വാർത്ത പുറത്തു വിട്ടു. അപ്പോൾ ഇത് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമിക്കുമ്പോഴെല്ലാം നമ്മുടെ ഈ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചും നമ്മുടെ സെൻട്രൽ ഇൻ്റലിജൻസ് ഇവരൊക്കെ സൂക്ഷ്മമായിട്ടിത് അന്വേഷിക്കും. അവരിത് നമ്മളിപ്പോൾ ഇതിന് ഷാഡോ ചെയ്യുക എന്നാണ് പറയുക. അതായത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളെ ഇവർ ഷാഡോ ചെയ്യും. ഇവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെ കാണുന്നു, എന്തൊക്കെ ഡീലുകളിൽ ഏർപ്പെടുന്നു. കാരണം ഇവർ നടത്തുന്ന ഏതെങ്കിലും ഒരു കുഴപ്പം മന്ത്രിയായിരിക്കും സമാധാനം പറയേണ്ടത്. കാരണം മന്ത്രി എല്ലാ കാര്യങ്ങളും, മന്ത്രിയുടെ മുന്നിൽ വരുന്ന ഫയലുകൾ മന്ത്രി ഒന്ന് ഓടിച്ചൊക്കെ വായിച്ചു നോക്കി ഒപ്പിട്ടൊക്കെ അങ്ങ് വിടും. അപ്പം തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും ഈ മന്ത്രിമാരുടെ മുന്നിലെത്തും, ഫയലായിട്ടെത്തും. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫുകളാണ്. അത് എത്തിക്കുക എന്നുള്ളതിനേക്കാളും ഈ ഫയലുകൾ ഇവരും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഈ മന്ത്രിയുടെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും അട്ടിമറി നടത്തിയാൽ എന്ത് ചെയ്യും? ആര് സമാധാനം പറയും? മന്ത്രി സമാധാനം പറയണം. അതുണ്ടാകാതിരിക്കാനാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചും സെൻട്രൽ IB ഒക്കെ ഇവരെ, അത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെല്ലാം അവർ ഷാഡോ ചെയ്യും. അവരറിയാതെ രഹസ്യമായിട്ട് ഇവരെ നിരീക്ഷിക്കും. അപ്പോൾ ഇവിടെ ഈ ചെന്നിത്തലയുടെയും ലിജുവിൻ്റെയും പേഴ്സണൽ സ്റ്റാഫിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ചിലർ തള്ളിയപ്പോൾ, വലിയ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ, അത് IBയും സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാം അത് പരിശോധിച്ചു. അവർ റിപ്പോർട്ട് കൊടുത്തു, ഇത് അപകടമാണ്, ഇവരെ ഒഴിവാക്കണം, ഒരു കാരണവശാലും. പ്രത്യേകിച്ചും ഈ ഡൽഹിയിൽ ഒരു ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരാൾ ഇതുപോലെ കേരളത്തിലേക്കും ചെന്നിത്തലയുടെ സ്റ്റാഫാകാൻ, മന്ത്രിയുടെ ആളാകാൻ ശ്രമിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ആളാകാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തൊരു ദുരൂഹത കണ്ടിട്ട് അവർ തീർച്ചയായിട്ടും ഉന്നതങ്ങളിലേക്ക് റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ രമേശ് ചെന്നിത്തലയുടെയും ലിജുവിൻ്റെയും വകുപ്പുകളിൽ ഇവർക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ കിട്ടിയ ഒരു ചെറിയൊരു സ്പേസിൽ കൂടെയാണ് റോജി M. ജോണിൻ്റെ സ്റ്റാഫായിട്ട് കയറിയിരിക്കുന്നത്. അത് ഇന്നിപ്പോൾ സുപ്രഭാതം, ജന്മഭൂമി തുടങ്ങിയ മിക്ക പത്രങ്ങളും ഇത് വാർത്തയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, കോൺഗ്രസ്സുകാർക്ക് ക്ഷാമമായിട്ടാണോ? അല്ല, അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നത്. അർഹതപ്പെട്ട കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്. അർഹതപ്പെട്ട സത്യസന്ധരായ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസിലും പെടാത്ത കഴിവുള്ള കോൺഗ്രസ്സുകാർ വേറെ എത്രയോ ഉണ്ട്. നിങ്ങൾ അവരെ പരിഗണിക്കാതെ എന്തുകൊണ്ട് ഇവരെ പരിഗണിക്കുന്നു? ഇതാണ് യൂത്ത് കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നത്. വിവരം വിദ്യാഭ്യാസമുള്ള കോൺഗ്രസ്സുകാർ ധാരാളം ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഞാൻ മറ്റൊരു വിവരം കൂടെ പറയാം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഇതുപോലൊരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, ഒരു ഉന്നത ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്ന് മറ്റൊരു വിവരം കൂടിയുണ്ട്.
നമ്മൾ വെറുതെ പറയുന്നതല്ല, വളരെ കൃത്യമായിട്ട് ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാം. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ സെൻട്രൽ IBയുടെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഒന്നും അടുക്ക പോലും പോയില്ല. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് നേതൃത്വം അതങ്ങ് വെട്ടി. അത് നടക്കില്ല, നിങ്ങളിനി എന്ത് ശ്രമിച്ചാലും അത് പറ്റില്ല. ആ സ്ഥാനത്തേക്ക് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ആളെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇല്ലെങ്കിൽ കേരളം അതിഭീകരമായ ഒരുപാട് സംഭവങ്ങൾക്കും സംഘർഷങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. അത്ര വലിയ വിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കടന്നുകൂടിയേനെ. അതെന്തായാലും കോൺഗ്രസ്സുകാർ തന്നെ തടഞ്ഞു. ഈ ലീഗിൻ്റെ 5 മന്ത്രിമാരുണ്ടല്ലോ, അവർക്ക് അതിലേക്ക് വരുന്നു. നല്ല ചോദ്യം, ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ലീഗിൻ്റെ ഒറ്റ മന്ത്രിമാരെടുത്ത് ഇവർക്ക് കയറാൻ പറ്റിയിട്ടില്ല. ജമാഅത്ത് ഇസ്ലാം. രാജേഷ് ജി, കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയുള്ളൂ. ലീഗിന് നന്നായിട്ട് അറിയാം ഇവരെത്ര കുഴപ്പക്കാരാണെന്ന്. അതുകൊണ്ടാണ് ലീഗിന്റെ മന്ത്രിമാര് 5 പേരും ഇവരെ അടുപ്പിക്കാത്തത്. ഇത് നടക്കും എവിടെയെന്നറിയാമോ? കോൺഗ്രസ്സുകാർ, പാവം കോൺഗ്രസ്സുകാരുടെ അടുത്ത് നടക്കും. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ, CPIM ഭരിക്കുമ്പോൾ ഇത് നടക്കുമോ? ഇല്ല, വലിയ പ്രയാസമാണ്. ഒരു കാര്യമുണ്ട്, ഇവരെക്കാളും കൂടിയ വിഷം CPMന്റെ കൂടെ ഉള്ളതുകൊണ്ട്. നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ, നമ്മുടെ ഒപ്പമുള്ള മാധ്യമപ്രവർത്തകൻ കയറി 1 വർഷത്തിനും അകം തന്നെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിൽ നിന്നും 2ാം പിണറായി സർക്കാർ തെറിച്ചു. അതും ഇതുപോലെ ഷാഡോയിങ്ങിന്റെ ഫലമായിട്ട്. അത് തീർച്ചയായിട്ടും അതിന്റെ കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഷാഡോയിങ്ങിന്റെ ഫലമായിട്ടാണ്. കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത്, അന്ന് മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് കയറുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സ്വത്ത് വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം, പിന്നെ പ്രമാണമടക്കം ഫോട്ടോ കോപ്പി എടുത്ത് എല്ലാം കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതാണ് അവർ കാര്യത്തിൽ ഞാൻ AKG സെന്ററിനെ അംഗീകരിക്കുന്നു. പക്ഷേ KPCC ഓഫീസിന് അത്ര വലിയ ഒരു അതുകൊണ്ട് തന്നെയാണ് അവർ നിലപാടെടുക്കാൻ കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിന്റെ കാലത്തും 1ാം സർക്കാരിന്റെ കാലത്തും ഒക്കെ ഇവര് വിനീത വിധേയരായിരുന്നു. പാർട്ടിക്ക് അതെ, പാർട്ടി പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കൂടെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് എന്തുകൊണ്ടാണ് CPMനോട് വിരോധം വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി ഒരു വെൽഫെയർ ജമാഅത്ത് ഇസ്ലാമിക്കാരനെ ഇപ്പോൾ റോജി M ജോണിന്റെ സ്റ്റാഫിൽ കയറി പറ്റി, ചെന്നിത്തലയുടെ സ്റ്റാഫിൽ കയറാൻ നോക്കി, ലിജുവിന്റെ സ്റ്റാഫിൽ കയറാൻ ശ്രമിച്ചു എന്നൊക്കെ അവർ പറയുന്നു. ഇപ്പോഴിതാ അദ്ദേഹം റോജി M ജോണിന്റെ സ്റ്റാഫിലേക്ക് കയറിയിരിക്കുന്നു. ഇനി ഒരുപക്ഷെ ഇത് മുസ്ലിം ലീഗുകാർ അവിടെ കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങോട്ട് തള്ളിവിട്ടാൽ ലീഗിന് അതിനകത്ത് പങ്കില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. എന്ന് വെച്ചാൽ ലീഗ് ഈ കാര്യത്തിൽ ലീഗിന് മനസ്സറിവുണ്ട്. എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെന്നും അവർ വേണേ കോൺഗ്രസ്സുകാർ ചുമന്നോട്ടെ, ഞങ്ങൾ ചുമക്കില്ല. കാരണം ലീഗിൻ്റേതായ അജണ്ടകളുണ്ട്, ലീഗിൻ്റേതായ ലക്ഷ്യമുണ്ട്. ഷാജി പറഞ്ഞല്ലോ, കഴിഞ്ഞ 9 വർഷം, 1 വർഷം മുമ്പേ നടത്തിയ പ്രസംഗത്തിൽ ഷാജി പറഞ്ഞല്ലോ, മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. ഞങ്ങൾക്ക് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട 9 വർഷം അത് തിരിച്ച് നേടിക്കൊടുക്കും. ഇനി ഷാജി പറയൂ 5 കൊല്ലം. അല്ല, ഇനി പറഞ്ഞില്ലെങ്കിലും അത് ചെയ്യുമല്ലോ. അല്ല, പറയില്ല, ചെയ്യുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലീഗിന് അതുകൊണ്ട് തന്നെ കൃത്യമായ ലക്ഷ്യമുണ്ട്, അജണ്ടകളുണ്ട്. അവിടേക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാരെ കൂടെ കൂട്ടി അത് കൂടുതൽ വിവാദമാക്കാൻ അവർ. ഞാനിപ്പോ ലീഗിന് അജണ്ട കാണും. കാരണം ലീഗ് ഒരു സമുദായത്തിൽ കയറിയിരിക്കുന്ന ഒരു സമുദായക്കാർ കയറിയിരിക്കുന്ന സമുദായം നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. എത്ര സെക്യുലർ ആണെന്ന് പറഞ്ഞാലും അത് ലീഗിന്റെ കാര്യം. അതെ, അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്, ചെയ്തോട്ടെ. പക്ഷേ അത് മറ്റ് ബഹുഭൂരിപക്ഷം വരുന്ന മറ്റു സമുദായക്കാരെ ബുദ്ധിമുട്ടിക്കരുത്, പാരവെക്കരുത്, അവരോട് നീതികേട് കാണിക്കരുത്, ഉപദ്രവിക്കരുത്, അല്ല, ലീഗ് ഇവിടെ വളരെ കൃത്യമാണ്. ലീഗിന് ജമാഅത്ത് ഇസ്ലാമിയെ ചുമക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിന് തയ്യാറല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ടൊക്കെ വേണം. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്തു തരാം. വെളിയിൽ മതിൽക്കെട്ടിന് പുറത്ത് അത് മതി. മതിൽക്കെട്ടിനകത്തോട്ട്, അതായത് സെക്രട്ടേറിയറ്റിനകത്തോട്ട് നിങ്ങൾ കയറാം. ലീഗിന്റെ മന്ത്രിമാർക്കൊന്നും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ടാക്കാൻ വലിയ ആവശ്യമൊന്നുമില്ല. കാര്യം എന്നറിയോ, ED ഏത് നിമിഷവും വരാം. അത് ഈ നമ്മുടെ PVയുടെയും മകളുടെയും വിഷയത്തിൽ തന്നെ ആ കേസിൽ കറങ്ങി തിരിഞ്ഞ് CMRL 2011 തൊട്ട് മന്ത്രിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി, 2001 തൊട്ട് മന്ത്രിയായിരുന്നു. ഈ കാലയളവിലൊക്കെ നിരവധി ക്രമക്കേടുകൾ CMRLുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട്, അതിൽ 10 വർഷമേ പിണറായി മുഖ്യമന്ത്രിയായിരുന്നുള്ളൂ. അതിനു മുമ്പ് 5 വർഷം ഉമ്മൻചാണ്ടിയും
വ്യവസായ വകുപ്പ് കുഞ്ഞാലിക്കുട്ടിയുടെയും കയ്യിലായിരുന്നു. അതുകൊണ്ട് ഈ 15 വർഷത്തെ ക്രമക്കേടുകളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടി അതിനകത്ത് സമാധാനം പറയേണ്ടി വരും. അത് ഇതിനെല്ലാം പുറത്താണ് ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടാത്തതിൻ്റെ ബുദ്ധി ലീഗ് കാണിച്ചിരിക്കുന്നത്. കാരണം ലീഗിനറിയാം ഇത് കൂടെ കൂട്ടിയത് വലിയ വിവാദമാകും. അത് 5ാം മന്ത്രി വിവാദം കൊണ്ട് തന്നെ അവർ വളരെയധികം പുലിവാല് പിടിച്ചു. ഇനിയിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയാൽ എന്താണ് പരിണിത ഫലം എന്ന് ലീഗിനറിയാം. ലീഗിനെ അവർ വിഴുങ്ങും, പാണ്ടായി മാറും. തീർച്ചയല്ലേ, ലീഗിനെ അവർ വിഴുങ്ങും. ജമാഅത്ത് ഇസ്ലാമിയെ ലീഗ് വിഴുങ്ങില്ല, പകരം ലീഗിനെ അവർ വിഴുങ്ങും. ജമാഅത്ത് ഇസ്ലാമി ഉയർത്തിവിട്ട വർഗീയ അജണ്ട കൊണ്ടാണല്ലോ ലീഗിനും ഇങ്ങനെയൊക്കെ നിലപാടെടുക്കേണ്ടി വന്നത്. മതമാണ് പ്രശ്നം എന്നൊരു നിലപാടിലേക്ക് ലീഗും പോയത് അങ്ങനെയൊക്കെയല്ലേ. ലീഗ് കേരള രാഷ്ട്രീയത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് മറ്റൊരു വശം. അതായത് ഇപ്പോൾ ലീഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സമസ്തയ്ക്കും ജമാഅത്ത് ഇസ്ലാമി വലിയ വെല്ലുവിളിയാണ്. സമസ്തയുടെ ഒരു ചട്ടക്കൂടുണ്ടല്ലോ, ആ ചട്ടക്കൂടിനെ എങ്ങനെയും പൊളിച്ച് ഈ ഇസ്ലാം സമൂഹത്തിൻ്റെ മുഴുവൻ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലേക്ക് വരണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. അതിന് ഒരു പരിധിവരെ തടയിടുന്നത് വാസ്തവത്തിൽ സമസ്തയും ഈ പറഞ്ഞ പോലെ കാന്തപുരവും ഈ മുസ്ലിം ലീഗും ഒക്കെ തന്നെയാണ് കേട്ടോ. പാണക്കാട് തങ്ങളൊക്കെ തന്നെയാണ്, നമ്മളത് കാണാതിരുന്നുകൂടാ. ഒരു പരിധി വരെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷം കലക്കലിന് തടയിടുന്നത് ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്. ഇവരൊക്കെ സ്വാർത്ഥരാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ കച്ചവടം, അവരുടെ നിലനിൽപ്പ് ഇതൊക്കെ വിഷയമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന ഈ വിഷയത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന ഒരു നിലപാട് നമ്മൾ കാണാതിരുന്നുകൂടാ. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ അപകടം തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ സുപ്രഭാതം സമസ്തയുടെ പത്രത്തിൽ ഈ വാർത്ത വരുമോ? സമസ്തയുടെ പത്രത്തിൽ മന്ത്രിയുടെ ഫോട്ടോ അടക്കം വെച്ചിട്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. ഇപ്പോൾ ജന്മഭൂമി ആ വാർത്ത കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം, ദീപിക ആ വാർത്ത കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം, മംഗളം കൊടുത്താൽ ചന്ദ്രിക ദിനപത്രം കത്തിച്ച ഫോട്ടോ കൊടുത്ത പത്രമാണ് സമസ്ത. അല്ല കൊടുത്തതാണ്. അതെ, അതുകൊണ്ട് അവര് അങ്ങനെ കുറച്ച് കാണണ്ട. അല്ല, അതെ, അവര് നിലപാടുകൾ വ്യക്തമാണ് പറഞ്ഞത്. അവര് സമസ്തയാകട്ടെ, പിന്നെ ലീഗ് ആകട്ടെ, അല്ലെങ്കിൽ മുജാഹിദുകളാകട്ടെ, അവരൊക്കെ ഈ പറഞ്ഞ ഒരു നിലപാടെടുക്കുന്നുണ്ട്. അത് ആ വിവേകമെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ഉണ്ടാകണം. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു, അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു, എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അവിടെ എങ്ങും നടക്കാത്തത് കൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത്, ഇത് ഒന്നൊന്നുമല്ല കേട്ടോ, ഇതുപോലെ പല വകുപ്പുകളിലും ആൾക്കാർ കയറിയിരിക്കുന്നു. അന്വേഷിക്കട്ടെ, ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ വിവരങ്ങളുണ്ട്. ആരൊക്കെയാണ് ശ്രമിച്ചതെന്നും അതിൽ ആർക്കൊക്കെ കയറാൻ പറ്റിയെന്നും ആരൊക്കെ കയറിയിട്ടില്ലെന്നും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. വരട്ടെ, വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. നമ്മൾ ഈ ചർച്ചയിൽ ഈ അപകടം നമ്മൾ സൂചിപ്പിക്കുന്നു, നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടെ, വളരെ ജാഗ്രതയോടെ, നിതാന്ത ജാഗ്രത പുലർത്തിയാൽ ഗവൺമെൻറ്റിന് നല്ലത്, സർക്കാരിന് നല്ലത്. അല്ലെങ്കിൽ വി ഡി സതീശൻ സർക്കാർ വലിയ ചീത്തപ്പേര് കേൾക്കും. നിങ്ങൾ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ഈ സർക്കാർ ചാടും. ഇവർ കൊണ്ട് ചാടിക്കും. ഇവരുടെ ലക്ഷ്യം വേറെയാണ്, ഇവരുടെ അജണ്ടകൾ വേറെയാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതെ കൃത്യമായ ജാഗ്രതയോടുകൂടി സർക്കാർ മുന്നോട്ട് പോകട്ടെ. അല്ലാത്ത പക്ഷം നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ പറയാം.